ജന്മിത്വ വ്യവസ്ഥ നിലനിന്നിരുന്ന, അടിയാളിനെ വെറും അടിമയാക്കി മാത്രം കണ്ടിരുന്ന, അവരെ ഉപദ്രവിക്കുന്ന, അവന്റെ പെണ്ണിന്റെ മാനത്തിന് പണമുള്ളവൻ വില പറയുന്ന ഒരു വലിയ കുടുംബത്തിലെ ജന്മി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അടിയാളൻ അവന്റെ ഭാര്യയെ അയാൾക്ക് വേണ്ടി കാഴ്ചവെച്ച് വിളക്കിന്റെ തിരി താഴ്ത്തി വയലിൽ കാവലിന് പോകണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി ഇവിടെ ഉയർന്നു വരുന്നത്. സാധാരണക്കാരുടെ പാർട്ടി, സാധാരണക്കാർക്ക് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ പാർട്ടി. കാവ്യാത്മകമായിട്ട് പറഞ്ഞോണ്ട് ഞാൻ പറയാം. അപ്പൊ ഇതേ പാർട്ടി തന്നെ തട്ടമിടാത്തതിന് വരെ ഒരു പെൺകുട്ടി അടിച്ചു കൊന്ന നാട്ടിലെ ഇറാൻ അങ്ങനെ ഒരു ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ജാഥകളും ഇതൊക്കെ നടത്തിയല്ലോ. സ്ത്രീകൾക്ക് ഒട്ടും ഒരു തരത്തിലും, അതായത് ബലാത്സംഗം ചെയ്ത സ്ത്രീ ആ ബലാത്സംഗം തുറന്നു പറഞ്ഞപ്പോൾ അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ജാഥകളും മറ്റും നടത്തി. അവരുടെ ശരിക്കുള്ള ഒരു നിലപാട് എന്താണ്? പ്രശാന്ത് തന്നെ പറയുന്നു അത് അവകാശങ്ങളാണെന്നുള്ളത്. അപ്പൊ അവകാശങ്ങളെ എന്തിനെതിർക്കണം? ബാക്കിയുള്ളവരൊക്കെ നാടോടുമ്പോൾ നടുവേ ഓടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നാടിന്റെ നടുക്ക് തന്നെ നിൽക്കുകയാണ്. അത് എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് അറിയില്ല. അവർക്കിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർക്കിന്ന് നേരം വെളുത്തിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. രാജ്യസ്നേഹവും അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ സംഖ്യയാക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അതെന്താ ഈ വീഡിയോയ്ക്ക് അടിയിലും ചിലപ്പോൾ കമന്റ്സ് വരാം. കാരണം ഞാൻ ഇറാനെ എതിർക്കുന്നു, ഇറാന്റെ ഭരണാധികാരിയെ കുറിച്ച് സംസാരിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു, സംഖ്യപ്പട്ടം കിട്ടായിപ്പോ ഇത് മതി. പ്രശാന്ത് ഏട്ടാ, ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള പാർട്ടി ഏതാന്ന് വെച്ചാൽ അത് ഒരിക്കലും BJP അല്ല, ഇടതുപക്ഷമാണ്. അതെ. പക്ഷേ ഹിന്ദുക്കളുടെ ഇതിൽ മാത്രം, അതായത് ഞാനിപ്പോൾ മതപരമായിട്ടോ കാര്യങ്ങളൊന്നും പറയുമല്ല, ഹിന്ദുസിന്റെ മതത്തിൽ മാത്രം പ്രത്യേക ഒരു റെസ്ട്രിക്ഷനും മറ്റു മതസ്ഥർക്ക് അത് ബാധകമാവാത്തത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ? രഞ്ജിത്ത്, ഇതില് ആ ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ്. മറ്റു മതസ്ഥർക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. പിന്നെ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം റെസ്ട്രിക്ഷൻ? അതൊരു തെറ്റായ ഒരു ധാരണയാണ് എന്ന് ഞാൻ പറയും കേട്ടോ. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പാർട്ടി ഒരു റെസ്ട്രിക്ഷൻ അങ്ങനെ അത്ര കടുത്ത റെസ്ട്രിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല. ഒരു നേതാവ് അമ്പലത്തിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ വിഗ്രഹാരാധന പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പിക്കാവോ? അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞു. അവർക്ക് അങ്ങനെ പറഞ്ഞ കാലം ഉണ്ടായിരുന്നിരിക്കും. അവരുടെ ഐഡിയോളജി അതാണല്ലോ. അതിപ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയല്ല രഞ്ജിത്ത്. ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപൊരു കാലത്ത് ഇവിടെ ഈ പാർട്ടി എങ്ങനെയാണ് വളർന്നു വന്നത്? മുൻപൊരു കാലത്ത് എന്താ പറയുന്നത്, അനാചാരങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ മേലാത്തൊരവസ്ഥ വന്നപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തി അവർക്ക് വേണ്ടി അവകാശങ്ങൾ നേടിക്കൊടുക്കുവാനായിട്ട് വന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ കേരള ഘടകം ഇന്നും ഈ നാട്ടിൽ അറിയപ്പെടുന്നത്, അല്ലേ? സാധാരണക്കാരുടെ പാർട്ടി, സാധാരണക്കാർക്ക് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ പാർട്ടി. പണ്ടൊരു കാലത്ത് ഒരു അടിയാളന്, ഒരു മേലാളൻ വരുമ്പോൾ വഴി നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അടിയാളൻ്റെ പെണ്ണിന് മാറുമറയ്ക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ഒരു പൊട്ട് വയ്ക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. ആഭരണങ്ങൾ ഇടാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. നല്ല വസ്ത്രം ഇടാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. എന്തിനേറെ ആരാധിക്കുന്ന അമ്പലങ്ങൾക്കുള്ളിൽ കടന്നു ചെല്ലുവാനുള്ള അവകാശം പോലും ഒരു അടിയാളനും അവൻ്റെ കുടുംബത്തിനും നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്ക് പിന്നിലുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടമല്ല, ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ജന്മിത്വ വ്യവസ്ഥ നിലനിന്നിരുന്ന, അടിയാളിനെ വെറും അടിമയാക്കി മാത്രം കണ്ടിരുന്ന, അവരെ ഉപദ്രവിക്കുന്ന, അവൻ്റെ പെണ്ണിന്റെ മാനത്തിന് പണമുള്ളവൻ വില പറയുന്ന, അതായത് ഒരു വലിയ കുടുംബത്തിലെ ജന്മി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അടിയാളൻ അവന്റെ ഭാര്യയെ അയാൾക്ക് വേണ്ടി കാഴ്ചവെച്ച് വിളക്കിന്റെ തിരി താഴ്ത്തി വയലിൽ കാവലിന് പോകണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി ഇവിടെ ഉയർന്നു വരുന്നത് എന്ന് പറയപ്പെടുന്നു. അതിന് തെളിവുകളോ അടയാളങ്ങളോ ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയായിട്ടില്ല. കാവ്യാത്മകമായിട്ട് പറഞ്ഞോണ്ട് ഞാൻ പറയാം. അപ്പൊ ഇതേ പാർട്ടി തന്നെ ഇപ്പോ തട്ടമിടാത്തതിന് വരെ ഒരു പെൺകുട്ടി അടിച്ചു കൊന്ന നാട്ടിലെ ഇറാൻ അങ്ങനെ ഒരു ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ജാഥകളും ഇതൊക്കെ നടത്തിയല്ലോ. സ്ത്രീകൾക്ക് ഒട്ടും ഒരു തരത്തിലും, അതായത് ബലാത്സംഗം ചെയ്ത സ്ത്രീ ആ ബലാത്സംഗം തുറന്നു പറഞ്ഞപ്പോൾ അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ജാഥകളും മറ്റും നടത്തി. അവരുടെ ശരിക്കുള്ള ഒരു നിലപാട് എന്താണ്? ഞാൻ പറയട്ടെ രഞ്ജിത്ത്, ഇവിടെ ഐഡിയോളജി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സഖാവ് EMSഉം സഖാവ് AKGയും അതുപോലെ തന്നെ ഈ പറയുന്ന നയനാരും ഒക്കെ ഇപ്പം ഈ അവസാന കണ്ണി എന്നതിൽ പറയാവുന്ന VS അച്യുതാനന്ദനാണ്. ഇത്രയും ആളുകൾ ഭരിച്ചിരുന്ന, അവർ നേതാവായി നിന്നിരുന്ന, അവർ ജനങ്ങൾക്ക് മുൻപിൽ അവർ സധൈര്യം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമുണ്ടായിരുന്ന ഒന്നാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐഡിയോളജി എന്ന് പറയുന്നത് അന്നായിരുന്നു. അവസാനത്തെ ഐഡിയോളജിയും ഈ കഴിഞ്ഞ വർഷം ചിതയിൽ എരിഞ്ഞ് തീർന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞ് വ്യക്തമാകുന്നുണ്ടോ? നിലപാടുകൾ ഉണ്ടായിരുന്ന, നിലപാടുകളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖവും ചിതയിൽ എരിഞ്ഞു തീർന്നപ്പോൾ ഇപ്പോൾ അണയാൻ പോകുന്ന ഒരു തിരുനാളം മാത്രമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ. ഞാൻ പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എടുത്തോളൂ. അണയാൻ പോകുന്ന ഒരു തിരുനാളം മാത്രമാണ്. അത് എപ്പോഴാണെങ്കിലും അണയും. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പക്ഷേ അത് കരിന്തിരി കത്തി കെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ഏതൊരുത്തൻ്റെയും ചുമലിൽ ചാരി അധികാരം പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ആരുടെയും ചുമലിൽ ചാരാമെന്നുള്ള ഒരു ഐഡിയോളജിയാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ഞാൻ മുൻപ് പറഞ്ഞു വന്നത്, നമ്മുടെ ഈ വിഷയം അവർ സപ്പോർട്ടിങ് അല്ല, അവരുടെ
ഈ പറയുന്ന വിഗ്രഹാരാധനയും അവരുടെ എന്താ പറയുന്ന അമ്പലത്തിൽ പോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെ കുറിച്ചോ ആണ്. എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ പറയാം, എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റാണ് എൻ്റെ അച്ഛൻ. അദ്ദേഹം അമ്പലത്തിൽ പോകാറില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലത്തോളം അദ്ദേഹം അമ്പലത്തിൽ പോയിട്ടില്ല, ഇപ്പോഴും അദ്ദേഹം പോകാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള എൻ്റെ അമ്മ, ആ സ്ത്രീ, അതായത് എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അമ്പലത്തിൽ പോകുന്നതിനോ വിഗ്രഹാരാധന നടത്തുന്നതിനോ എൻ്റെ അച്ഛൻ ഒരിക്കലും ഒരു തടസ്സം വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ്, ഞാൻ പറയട്ടെ, ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ പറയുന്ന EMS നമ്പൂതിരിപ്പാടോ അല്ലെങ്കിൽ സഖാ VK നായനാരോ അല്ലെങ്കിൽ ഈ പറയുന്ന VS അച്യുതാനന്ദനോ ഒന്നുമല്ല. ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനാണ് ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ്. ഞാൻ അറിഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എൻ്റെ അച്ഛനാണ്. അദ്ദേഹം ഒരിക്കലും എൻ്റെ അമ്മയെ നീ അമ്പലത്തിൽ പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടില്ല. നീ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ അമ്മ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോൾ അച്ഛൻ അത് വിളക്ക് വെക്കരുതെന്ന് പറയുകയോ വിളക്ക് പുറംകാലിന് തട്ടിയെറിയുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തരമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അവകാശങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് വന്ന ഒരു പാർട്ടി ഒരു മനുഷ്യന്റെ അവകാശങ്ങളിലേക്ക് എന്തർത്ഥത്തിൽ കടന്നു കയറും രഞ്ജിത്ത്? അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് എന്നുള്ള പേരിൽ ഇവിടെ വളർന്നു വന്നൊരു പാർട്ടി എന്തർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ അവകാശങ്ങൾക്ക് മേലേക്ക് കടന്നു കയറി? മനുഷ്യന്റെ അവകാശങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതിനെ എതിർക്കുന്നു? അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുവാനായിട്ട് ഇവിടെ ആരുടെ അടുത്തും ആരും പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് വന്ന ഇപ്പം പ്രശാന്ത് തന്നെ പറയുന്നു അത് അവകാശങ്ങളാണെന്നുള്ളത്. അപ്പൊ അവകാശങ്ങളെ എന്തിനെതിർക്കണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനെതിർക്കണം? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോഴും ഒരു പഴകിയ ചട്ടങ്ങൾക്കുള്ളിൽ ജീവിച്ചു പോകുന്നവരാണ്. സീരിയസ്ലി ഇപ്പോഴും പഴകിയ ചട്ടങ്ങൾക്കുള്ളിലാണ്. പണ്ട് ലെനിനും മാർക്സും എഴുതി വെച്ചിട്ടുള്ള എന്താ പറയുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോകളെ മാത്രം പഠിച്ചിട്ട് അതിനുള്ളിൽ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ മാത്രം ഇന്നും എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ച് ഇന്ന് ഈ ലോകം മാറിയതൊന്നും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ലോകം ഇത്രയും വളർന്നിട്ടും തലച്ചോറ് വികസിക്കാത്തതും ബുദ്ധി വികസിക്കാത്തതും എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ നാടോടുമ്പോൾ നടുവേ ഓടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നാടിൻ്റെ നടുക്ക് തന്നെ നിൽക്കുകയാണ്. അത് എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് അറിയില്ല. അവർക്കിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്ത് അവർക്കിന്ന് നേരം വെളുത്തിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. അതിന് കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ ഈ പറയുന്ന കാശ്മീർ ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അമ്പലത്തിനുള്ളിൽ വെച്ച് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത ഒരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായി. രഞ്ജിത്ത് അത് ഓർക്കുന്നുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ഈ ഇന്ത്യ മുഴുവൻ അതിൻ്റെ പേരിലുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചിരുന്നു. വാമൂടിക്കെട്ടി മെഴുകുതിരിയുമായി സന്ധ്യാസമയങ്ങളിൽ തെരുവിലൂടെ ജനങ്ങൾ ഇറങ്ങി നടന്ന, കേരളത്തിലെ എല്ലാ തെരുമൂലകളിലും ആളുകൾ ഇറങ്ങി നടന്ന, എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചൊന്നായി ചേർന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അന്ന് ഇതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് പറഞ്ഞു ദൈവമുള്ള അമ്പലത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തപ്പോൾ ദൈവം എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രി തറക്കല്ലിടുന്നതിനിപ്പുറം പൂജാരിയെ വിളിച്ചാൽ തറക്കല്ലിടുന്നത്, അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കാര്യത്തിന് തറക്കല്ലിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഒരു പൂജാരി ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ മാത്രമാണ് ഈ പറയുന്ന എന്താ പറയുക, ഈ പറയുന്ന ഒരു വിപ്ലവം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എതിർപ്പ് നാവിൽ മാത്രം വെച്ചിട്ട് മനസ്സുകൊണ്ട് ദൈവമേ എന്ന് വിളിക്കുന്നവരാണ് മിക്ക കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ദൈവമേ എന്ന് ഒരിക്കലെങ്കിലും വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? രഞ്ജിത്ത് വിളിക്കാറില്ലേ? നമ്മൾ ഒരു ദിവസത്തിൽ ഞാൻ കുറഞ്ഞ ഒരു 10-50 തവണയെങ്കിലും എൻ്റെ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. അത് കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ളൊരു വിശ്വാസം മാത്രമാണ്. വിശ്വാസം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരോ രാജ്യസ്നേഹമോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ സംഖ്യയാക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ ഈ വീഡിയോയ്ക്കിടയിലും ചിലപ്പോൾ കമന്റ്സ് വരാം. കാരണം ഞാൻ ഇറാനെ എതിർക്കുന്നു, ഇറാന്റെ ഭരണാധികാരിയെ കുറിച്ച് സംസാരിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു, സംഖ്യപ്പട്ടം കിട്ടാൻ ഇപ്പൊ ഇത് മതി. അല്ല ഇപ്പൊ ഞാനും എതിർക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു വിഷൻ സ്വതന്ത്രമായി ഇവിടെ പറയാൻ സാധിക്കുന്നില്ല. ഇല്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു കാര്യം കൂടെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഒരിക്കലും ഒരു മതത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ ഇപ്പോൾ രഞ്ജിത്ത് എന്നുള്ള ഒരു പേര് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഹിന്ദു ആണെന്ന് പറയാം. പക്ഷെ ഞാൻ ഒരിക്കലും ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആ റൂൾ അനുസരിച്ച് പോകുന്ന ഒരാളല്ല. മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, ആചാരങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ കൾച്ചർ റെസ്പെക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കാനുള്ള ഒരാളാണ്. ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ രാജ്യവിരുദ്ധർക്കെതിരെ സംസാരിച്ചപ്പോൾ എന്നെ രാജ്യവിരുദ്ധരാക്കിയ ആൾക്കാർ രാജ്യവിരുദ്ധർക്കെതിരെ സംസാരിച്ചപ്പോൾ രാജ്യദ്രോഹിയല്ല എന്നെ ആക്കിയത്, എന്നെ സംഖ്യപ്പട്ടം ചേർത്തു. രാജ്യസ്നേഹമുള്ളവരെല്ലാം സംഖ്യയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാജ്യസ്നേഹത്തിന്റെ പേരിൽ തന്നെ സംഖ്യയാക്കിയിട്ടുണ്ടെങ്കിൽ താൻ അഭിമാനത്തോടു കൂടി താൻ പറയണം ഞാൻ ഒരു സംഖ്യയാണെന്ന്. എനിക്കൊരു പ്രശ്നമില്ല. മങ്കിയാക്കിയാലും എനിക്കൊരു പ്രശ്നം. അതെ രഞ്ജിത്തെ, ഞാൻ പറയുന്നത് നമുക്കിത് അവസാനിപ്പിക്കാൻ സമയമായി. കാരണം നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് വൈൻഡപ്പിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. രഞ്ജിത്തെ, ഇപ്പൊ രഞ്ജിത്ത് തന്നെ പറഞ്ഞു ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല,
എനിക്ക് ഒരു ദൈവത്തിലും അങ്ങനെ വലിയ വിശ്വാസങ്ങളില്ല. പക്ഷെ ദൈവത്തിന് വിശ്വാസം അല്ല, ഞാൻ പറഞ്ഞത് ഒരു മതത്തിലും എനിക്ക് വിശ്വാസമില്ല, ഒരു ഫോളോ ജാതിയിലും ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഒരു ആചാരങ്ങളെയും വെച്ചോണ്ട് നടക്കാറില്ല. ഞാൻ എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്ത് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് രഞ്ജിത്ത് നിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നീയാണ് യഥാർത്ഥ രാജ്യത്തെ സ്നേഹി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും ഒരുമിച്ച് കെട്ടിപ്പടുത്തുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നേരെ 1000 കരങ്ങൾ ചൂണ്ടി നീ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞാലും നിന്റെ മനസാക്ഷിക്ക് മുന്നിൽ, നിന്നെ അറിയാവുന്നവർക്ക് മുമ്പിൽ നീ ഒരു കറതീർന്ന രാജ്യസ്നേഹിയാണെന്ന് നിനക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നിനക്ക് നേരെ വരുന്ന കല്ലുകളെയോ, നിനക്ക് നേരെ ചൂണ്ടുന്ന വിരലുകളെയോ, നിനക്ക് നേരെ ഉയരുന്ന നാവുകളെയോ നിനക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്നിരിക്കെ ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ട് തന്നെ നീ ജീവിക്കുക. ഒരു യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ട് തന്നെ നിനക്ക് മരിക്കാനും സാധിക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. നീ കമ്മിയാണോ കൊങ്ങിയാണോ അല്ലെങ്കിൽ നീ എന്താണെന്നുള്ളത് നീ അറിഞ്ഞാൽ മതി. അത് ഈ നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് ഒരുത്തിനും നിനക്ക് കഞ്ഞിക്കായിട്ട് അരി കൊണ്ട് തരാറില്ല. നീ കഷ്ടപ്പെട്ട് കഴിക്കുന്നു, നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നു, നീ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. പിന്നെ ഈ പറയുന്നവന്മാരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് നിനക്ക് എന്തിനാണ്? ഇത്രയും എനിക്ക് ചോദിക്കാനുള്ളൂ.